ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. പപ്പടവട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പപ്പടവട ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നമ്മുടെ പലഹാര പച്ചരി, കടയിൽ നിന്ന് വാങ്ങുന്ന പലഹാര പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുതിർത്തതിന് ശേഷം അരച്ചെടുക്കണം. ഇവിടെ ഞാൻ അരി നല്ലതുപോലെ കുതിർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് വളരെ മയത്തിൽ അരച്ചെടുക്കണം. ഒട്ടും തരിയൊന്നുമില്ലാതെ വളരെ നന്നായിട്ട് അരച്ചെടുക്കണം. അത്യാവശ്യം നല്ലതുപോലെ ലൂസായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ അതിലേക്ക് ഇടാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ജീരകം, കുറച്ച് എള്ള്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കണം. അത് അരയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അരഞ്ഞ് കിട്ടില്ല. കുറച്ച് വെള്ളം ചേർത്ത് അരി നല്ലതുപോലെ അരച്ചതിന് ശേഷം മാത്രം നമ്മൾ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലതുപോലെ ലൂസായിട്ടുള്ള ബാറ്റർ എടുക്കണം. ഇനി നമ്മളിവിടെ കുറച്ച് പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പപ്പടം ഇതിപ്പോൾ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ നമുക്ക് ഉണക്കിയെടുക്കണം പപ്പടം. അതിൽ വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ലതുപോലെ ഉണങ്ങിയ പപ്പടമായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല വെയിലത്ത് വെച്ച് കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ അത് ഉണങ്ങി കിട്ടും. ഇനി വെയിലില്ലാത്തൊരിതൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് അധികം നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ നമുക്കൊന്ന് ഓവനിൽ വെച്ച് ഉണക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ പപ്പടം ഉണങ്ങിയിരിക്കണം. ഇനി നമുക്ക് അതിനുള്ള എണ്ണ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വരണം. എണ്ണ നല്ലതുപോലെ ചൂടായി ആ സമയം കൊണ്ട് നമുക്കിനി പപ്പടം നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഓരോ പപ്പടമായിട്ട് എടുത്തിട്ട് നമുക്കിതുപോലെ ഈ ബാറ്ററിൽ പകുതി മുക്കിയെടുക്കണം. എല്ലാവരും ഒരുപാട് സമയം അതിൽ മുക്കിയിടരുത്, വേഗം തന്നെ എടുക്കണം. എന്നിട്ട് കംപ്ലീറ്റ് മാവ് അതിൽ നിന്ന് ഒഴുകി പോകണം. ഒത്തിരി തിക്കായിട്ട് മാവ് അതിലിരിക്കരുത്. ഇനി നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കണം. വെള്ളമൊക്കെ ഇതുപോലെ അതിൽ പിടിച്ചിരിക്കത്തക്ക രീതിയിൽ വേണം നമ്മളതിൽ മുക്കിയെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ വന്നോളൂ. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞെടുത്ത് നമുക്ക് വേവാത്ത പോലെ തോന്നുമാകും. ഒരു ഇടയ്ക്കൊന്ന് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം അത് വറുത്തെടുക്കാനായിട്ട്. നമുക്ക് ഒത്തിരി അത് ചൂട് കൂടിപ്പോവാണെന്നറിയാൻ തോന്നുകയാണെങ്കിൽ നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് വറുത്തെടുക്കണം. നമുക്കറിയാമല്ലോ അത് നമ്മൾ എല്ലാവരും കുക്ക് ചെയ്യുന്നവരായതുകൊണ്ട് അറിയാമല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വറുത്തെടുക്കണം.
വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പപ്പടവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിയായില്ലെങ്കിലോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല പപ്പടവട തന്നെ നമുക്ക് കിട്ടും. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ ഈവനിങ് സ്നാക്സിന് എപ്പോഴും നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാവരുടെയും മനസ്സിലുള്ള എപ്പോഴും ഒരു ചിന്തയാണ്, എന്താണ് ഈവനിങ് സ്നാക്സിനെന്ന്. പപ്പടവട നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് മനസ്സിലായില്ലേ? എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പപ്പടവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.